ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയും ഓർത്തു വെക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ഇത് റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ട ഒരു വാചകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ക്ഷമ. എന്നാൽ ക്ഷമിക്കുക എന്ന അർത്ഥം നമുക്ക് ഏറ്റ മുറിപ്പാടുകൾ പാടെ മറക്കുക എന്നല്ല എന്ന് നാം തിരിച്ചറിയണം. ഒരാളോട് ക്ഷമിക്കുക എന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ കടമയാണ്. അത് നമ്മെ പകയിൽ നിന്നും ക്രോധത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. എന്നാൽ അവർ ചെയ്ത് ഓർത്തു വെക്കുക എന്നത് നമ്മെ വീണ്ടും വേദനിപ്പിക്കാനും ആരെ വേദനിപ്പിക്കാൻ അനുവദിക്കാനും എന്ന ഉറച്ച തീരുമാനമാണ്. അതായത് ഒരു മുൻകരുതലാണ്. വിഡ്ഢിയാകാതെ തന്നെ കരുണയുള്ളവരാകുവാൻ നമ്മെ സാധിക്കണം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ക്ഷമിക്കുക, എന്നാൽ ബുദ്ധി കൊണ്ട് പാഠങ്ങൾ ഓർത്തു വെക്കുക. ഈ വിവേകമാണ് ജീവിതത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഒരുപോലെ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നത്. പക്ഷെ ക്ഷമയെക്കുറിച്ച് ബിബ്ലിക്കൽ സങ്കല്പം വേറെയാണ്. ലൗകികമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ കൂടുതൽ ആഴമേറിയതുമാണ്. ബൈബിളിൽ ഇങ്ങനെയാണ്, ബൈബിൾ ഇപ്രകാരമാണ് ക്ഷമ എന്നത് കേവലം ഒരു കടമ മാത്രമല്ല, മറിച്ച് ഒരു പുനർജന്മം, റീബർത്ത്. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ അത് കടലിൽ ആഴങ്ങളിൽ മുക്കിക്കളയുന്നു എന്നും പിന്നീട് ഒരിക്കലും അത് ഓർക്കുന്നില്ല എന്നും വചനത്തിൽ പറയുന്നു. എബ്രായർ 8:12 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ ഒരാളായിരിക്കുമ്പോൾ അയാൾ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നു പോകും, എല്ലാം പുതിയതായി തീർന്നു എന്ന് 2 കൊരിന്ത്യർ 5:17 ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലും 70 വട്ടം ക്ഷമിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ കാഴ്ചപ്പാടിൽ ക്ഷമ എന്നത് മുൻവിധികളെ മാറ്റിവെച്ച് ഒരാൾക്കൊരു പുതിയ തുടക്കം നൽകുക എന്ന് തന്നെയാണ്. എന്നാൽ ഈ പൂർണ്ണമായ ക്ഷമ നൽകുമ്പോഴും പാമ്പുകളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുകയും എന്ന മത്തായി 10:16 എന്ന ഉപദേശം ബൈബിൾ നൽകുന്നുണ്ട്. ഒരാളെ ഹൃദയപൂർവ്വം സ്നേഹിക്കാനും ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കണം. എന്നാൽ വീണ്ടും തെറ്റുകളിലേക്ക് വഴിത്തിരിവാകാതിരിക്കുവാൻ വിവേകം പുലർത്തേണ്ടത്